പിന്നെ ശരീരഭാരം കുറയ്ക്കുവാനായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഒരു ഡയറ്റ് കൂടി ഫോളോ ചെയ്യണം. പല ആളുകൾക്കും പല രീതിയിലാണ് ഡയറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം നിങ്ങൾ ഡയറ്റ് നോക്കിയില്ലെങ്കിൽ ഈ ചെയ്യുന്ന വ്യായാമങ്ങൾ നിങ്ങൾക്ക് 3-4 ഇരട്ടി ടൈംസ് കൂടുതൽ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഡയറ്റും അതോടൊപ്പം തന്നെ വ്യായാമവും ചെയ്താൽ നിങ്ങൾക്ക് വർക്കൗട്ട് വ്യായാമങ്ങൾ അത്രയും കുറച്ച് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഡയറ്റ് നോക്കുക, അതോടൊപ്പം തന്നെ വ്യായാമങ്ങളും ചെയ്യുക. എന്നാൽ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മാറ്റിൽ എഴുന്നേറ്റ് നിൽക്കുക. നമുക്ക് ആരംഭിക്കാം. ആദ്യം നിങ്ങൾ മാറ്റിന് മുന്നിൽ നിൽക്കുക, കാലുകൾ ചേർത്ത് വയ്ക്കുക. ആദ്യം നമ്മൾ ഒരു വാമപ്പിന് വേണ്ടി കുറച്ച് ലളിതമായിട്ടുള്ള വ്യായാമങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായി കാലുകൾ ചേർത്ത് വെച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും ഉയർത്തി പിന്നിലോട്ട് വളഞ്ഞ് ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ടാവുന്നത്ര വളഞ്ഞ് കൈ നിലത്തിടാൻ നോക്കുക. നമുക്കൊരു 3 റൗണ്ട് ചെയ്യാം. എന്നോടൊപ്പം ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും ഉയർത്തി പിന്നിലോട്ട് വളയുക. ശ്വാസം വിട്ടുകൊണ്ട് ആവുന്നത്ര മുന്നോട്ട് വളയുക. ഒരു റൗണ്ട്. ശ്വാസം എടുത്തുകൊണ്ട് ആവുന്നത്ര പിന്നോട്ട് വളയുക. ശ്വാസം വിട്ടുകൊണ്ട് ആവുന്നത്ര മുന്നോട്ട് വളയുക. 2 റൗണ്ടായി. ശ്വാസം എടുത്തുകൊണ്ട് ആവുന്നത്ര പിന്നോട്ട് വളയുക. ശ്വാസം വിട്ടുകൊണ്ട് ആവുന്നത്ര മുന്നോട്ട് വളയുക. ശ്വാസം എടുത്തുകൊണ്ട് ആവുന്നത്ര പിന്നോട്ട് വളയുക. ഇനി നിങ്ങൾ റിലാക്സ് ആവുക. നിങ്ങൾ ആദ്യം തന്നെ കാല് അകത്തി വയ്ക്കുക. ഒരു 3 ഫുട്ട് ഡിസ്റ്റൻസ് ഇതുപോലെ 1, 2, 3. ഇനി കാല് പാരലറായിട്ട് വയ്ക്കുക. നമുക്ക് ത്രികോണാസനത്തിൻ്റെ ഒരു വേരിയേഷൻ ചെയ്യാം. ആദ്യം നിങ്ങൾ വലതുകൈ ഉയർത്തുക മാക്സിമം, എന്നിട്ട് സ്ട്രെച്ച് ചെയ്യുക നന്നായിട്ട്. ഇനി ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തോട്ട് ബെൻഡ് ചെയ്യുക. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. ഒരു റൗണ്ട്. ശ്വാസം വിട്ട് ഇടതുവശത്തേക്ക് ബെൻഡ് ചെയ്യുക. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. 2 റൗണ്ടായി. ശ്വാസം വിട്ട് ബെൻഡ് ചെയ്യുക. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. 4 റൗണ്ടായി. ശ്വാസം വിട്ട് ബെൻഡ് ചെയ്യുക. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. ഇനി റിലാക്സ് ആവുക. ഇടത് സൈഡും ചെയ്യാം. ഇടത് കൈ ശരിക്കും അപ്പ് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക. ഇനി ശ്വാസം വിട്ട് വലതുവശത്തോട്ട് ബെൻഡ് ചെയ്യുക. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. ശ്വാസം വിട്ട് ബെൻഡ് ചെയ്യുക. ചെസ്റ്റ് ശരിക്കും ഓപ്പൺ ആക്കണം. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. 2 റൗണ്ടായി. ശ്വാസം വിട്ട് ബെൻഡ് ചെയ്യുക. വലതുകൈ റിലാക്സ് ആക്കി ഇടുക. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. 4ാമത്തെ റൗണ്ട്. ശ്വാസം വിട്ട് ആവുന്നത്ര ബെൻഡ് ചെയ്യുക. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. 5ാമത്തെ റൗണ്ട്. ശ്വാസം വിട്ട് ആവുന്നത്ര ബെൻഡ് ചെയ്യുക. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. ഇനി ഇടത് കൈ റിലാക്സ് ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഈ സൈഡിലെ ഹിപ്പിലെ ഫാറ്റ് ശരിക്കും ബേണായ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. ആ ഫീലിംഗ് നിങ്ങൾക്ക് തോന്നണം. ഇനി കാലുകൾ ചേർത്ത് വയ്ക്കുക. ഇനി നിങ്ങൾ മുട്ടുകാല് മടക്കി ഇരു കൈകളും ഇതുപോലെ ഉയർത്തുക. മുകളിലോട്ട് നോക്കുക. ഇനി നിങ്ങളുടെ കാൽപാദങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഇനി മാക്സിമം താഴേട്ട് ഇരിക്കുക. നന്നായിട്ട് താഴേക്ക് ഇരിക്കുക. ഈ ഒരു പൊസിഷനിൽ ഒരല്പസമയം ഹോൾഡ് ചെയ്യുക. ഈ മുട്ടുകാൽ നേരെയാക്കുക. ഒരിക്കൽ കൂടി നന്നായിട്ട് താഴേക്ക് ഇരിക്കുക. ശരിക്കും മാക്സിമം പറ്റാവുന്നത്ര ശരിക്കും നെഞ്ച് ഓപ്പൺ ആക്കുക. മുകളിലോട്ട് നോക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയാൽ എപ്പോൾ വേണമെങ്കിലും റിലാക്സ് ചെയ്യാം. നന്നായിട്ട് ഇരിക്കുക. വെരി ഗുഡ്. ഇനി ആവുന്നത്ര മുന്നോട്ട് വളയുക. ആവുന്നത്ര. ഓവറായിട്ട് നിങ്ങൾ സ്ട്രെച്ച് ചെയ്യണമെന്നില്ല. ഓവർ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കും. നന്നായിട്ട് മുന്നോട്ട് വളയുക. ഇനി നിങ്ങൾ മെല്ലെ നിങ്ങളുടെ ഇടത് മുട്ടുകാല് ബെൻഡ് ചെയ്തിട്ട് വലതുകൈ മുകളിലോട്ട് ഉയർത്തുക. ഇടത് മുട്ടുകാൽ ബെൻഡ് ചെയ്ത് വലതുകൈ ഉയർത്തുക. ഇനി വലതുകൈ താഴ്ത്തുക. ഇനി വലത് മുട്ടുകാൽ ബെൻഡ് ചെയ്ത് ഇടത് കൈ ഉയർത്തുക. ഇടത് കൈ താഴ്ത്തുക. അപ്പോൾ നമുക്കൊരു 4 റൗണ്ട് കൂടി ചെയ്യാം. നിങ്ങൾ എന്നോടൊപ്പം തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഇനി വലതുകൈ ഉയർത്തുക. ഇടതുകാൽ ബെൻഡ് ചെയ്യുക. മാക്സിമം ഉയർത്തുക. വലതുകൈ ഡൗൺ ചെയ്യുക. വലതുകാൽ ബെൻഡ് ചെയ്ത് ഇടതുകൈ ഉയർത്തുക. മുകളിലോട്ട് നോക്കുക. ഇടതുകൈ ഡൗൺ ചെയ്യുക. ഒരു റൗണ്ടായി. 2ാമത്തെ റൗണ്ടായി. വലതുകൈ ഉയർത്തുക. ഇടത് മുട്ടുകാൽ മടക്കുക. ഡൗൺ ചെയ്യുക. റിലാക്സ് ആവുക.
ഇടത് കൈ ഉയർത്തുക, വലത് മുട്ടുകാൽ ബെൻഡ് ചെയ്യുക, മുകളിലോട്ട് നോക്കുക, ഡൗൺ ചെയ്യുക. 2 റൗണ്ട് കൂടി. വലത് കൈ ഉയർത്തുക, ഇടത് കാൽ മടക്കുക, ഡൗൺ ചെയ്യുക. വലതുകാൽ മടക്കുക, ഇടത് കൈ ഉയർത്തുക, മുകളിലോട്ട് നോക്കുക, ഡൗൺ ചെയ്യുക. അവസാന റൗണ്ട് ഇടത് കാൽ മടക്കുക, വലതു കൈ ഉയർത്തുക, മുകളിലോട്ട് നോക്കുക, മാക്സിമം ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക, ഡൗൺ ചെയ്യുക. ഇനി ഇടത് കൈ ഉയർത്തുക, വലതുകാൽ ബെൻഡ് ചെയ്യുക, മുകളിലോട്ട് നോക്കുക, ഡൗൺ ചെയ്യുക. നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ചെയ്യുക. ഓവറായിട്ട് നിങ്ങൾ ബലം പിടിക്കണമെന്നില്ല, പറ്റാവുന്ന രീതിയിൽ ചെയ്യുക. ഇനി 2 കാലും പിന്നോട്ട് വെച്ച് സന്തോളാസനം. ഇനി നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ വയറിലെ മസിൽസ് ടൈറ്റാക്കി പിടിക്കുക. നിങ്ങൾക്ക് ടയേർഡായിട്ട് ഫീൽ ചെയ്താൽ മുട്ടുകാല് മെല്ലെ നിലത്ത് മുട്ടിക്കാം. അപ്പോൾ ഇതുപോലെ നിൽക്കുക. ഇനി നിങ്ങൾ മെല്ലെ മാറ്റിലേക്ക് കിടക്കുക ഇതുപോലെ. അതിനുശേഷം 2 കൈകളും നിങ്ങളുടെ അരക്കെട്ടിന് സമീപം ഇതുപോലെ വെച്ച് താടി നിലത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. 2 കൈയും അരക്കെട്ടിന് സമീപം വയ്ക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് വലതുകാൽ ഉയർത്തുക, ഡൗൺ ചെയ്യുക. ശ്വാസം എടുത്ത് ഇടതുകാൽ ഉയർത്തുക, ഡൗൺ ചെയ്യുക. ശ്വാസം എടുത്ത് വലതുകാൽ ഉയർത്തുക, ഡൗൺ ചെയ്യുക. ശ്വാസം എടുത്ത് ഇടതുകാൽ ഉയർത്തുക, ഡൗൺ ചെയ്യുക. 2 റൗണ്ടായി. ശ്വാസം എടുത്ത് വലതുകാൽ ഉയർത്തുക, ഡൗൺ ചെയ്യുക. ശ്വാസം എടുത്ത് ഇടതുകാൽ ഉയർത്തുക, ഡൗൺ ചെയ്യുക. 3 റൗണ്ടായി. ടയർഡായെങ്കിൽ റിലാക്സ് ചെയ്യുക. ശ്വാസം എടുത്ത് വലതുകാൽ ഉയർത്തുക, ഡൗൺ ചെയ്യുക. ശ്വാസം എടുത്ത് ഇടതുകാൽ ഉയർത്തുക, ഡൗൺ ചെയ്യുക. അവസാന റൗണ്ട്. ശ്വാസം എടുത്ത് വലതുകാൽ ഉയർത്തുക, ഡൗൺ ചെയ്യുക. ശ്വാസം എടുത്ത് ഇടതുകാൽ ഉയർത്തുക, ഡൗൺ ചെയ്യുക. ഇനി നിങ്ങൾക്കൊരു അല്പസമയം ഇതുപോലെ കിടന്ന് റിലാക്സ് ചെയ്യാം മാറ്റിൽ. നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാറ്റിൽ മലർന്ന് കിടക്കുക. ഇതുപോലെ മലർന്ന് കിടക്കുക. നന്നായിട്ട് ശ്വാസം എടുത്തു വിടാൻ ശ്രമിക്കണം. ഇനി നിങ്ങൾ 2 കാലുകളും മടക്കി കാലിൻ്റെ പാദം ഇതുപോലെ ചേർത്ത് വയ്ക്കുക. ഇനി നമ്മൾ വയറിനെ ഫോക്കസ് ചെയ്ത് വയറിലെ കൊഴുപ്പ് കളയാനുള്ള വ്യായാമമാണ് ചെയ്യാൻ പോകുന്നത്. 2 കൈകളും ഇതുപോലെ ഉയർത്തുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അപ്പ് ചെയ്യുക. മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക, ഡൗൺ ചെയ്യുക. അപ്പ് ചെയ്യുക, ശ്വാസം വിടുക, ഡൗൺ ചെയ്യുക. 2 റൗണ്ടായി. നമുക്കൊരു 5 റൗണ്ട് കൂടി ചെയ്യാം. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക, ശ്വാസം വിടുക, മാക്സിമത്തിൽ വരുമ്പോൾ ഡൗൺ ചെയ്യുക. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക, മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക, ഡൗൺ ചെയ്യുക. 4 റൗണ്ടായി. 5ാമത്തെ റൗണ്ട്. ശ്വാസം അപ്പ് ചെയ്യുക, ശ്വാസം വിടുക, ഡൗൺ ചെയ്യുക. 2 റൗണ്ട് കൂടി. ശ്വാസം എടുക്കുക, അപ്പ് ചെയ്ത് ശ്വാസം വിടുക, ഡൗൺ ചെയ്യുക. അവസാന റൗണ്ട്. അപ്പ് ചെയ്യുക, ശ്വാസം വിടുക, ഡൗൺ ചെയ്യുക. ഇനി നിങ്ങൾക്ക് അല്പസമയം റിലാക്സ് ആവാം. നിങ്ങൾ ടയേർഡ് അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു 10 റൗണ്ട് കൂടി ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നോക്കുക. പറ്റുമെങ്കിൽ ചെയ്യുക. നിങ്ങൾ ടയേർഡാണെങ്കിൽ ഇത്രയും റൗണ്ട് ചെയ്യണമെന്നില്ല. അത് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.